ജിയോണും മിഞ്ചുവും ഒന്നിച്ചുറങ്ങുന്നത് കണ്ടുകൊണ്ടാണ് യുൻചെ വരികയും രണ്ടുപേരും അടിയുണ്ടാകുമ്പോൾ യുൻചെ അവർക്കിടയിൽ പെട്ടു പോകുന്നതും കാണിച്ചുകൊണ്ടാണ് മുൻപത്തെ എപ്പിസോഡ് കഴിഞ്ഞതും 9ാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നതും. രണ്ടുപേരുടെയും വഴക്ക് തീർത്ത് യുൻചെ മിഞ്ചുവിനെയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങുന്നു. എന്നാൽ ജിയോണിന് പനി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ മാറിയില്ലേ എന്ന് പലതവണ യുൻചെ തിരിച്ചു വന്നു നോക്കുന്നത് കാണാം. എന്നാൽ യുൻചെയുടെയും ജിയൂണിന്റെയും അടുപ്പം മിഞ്ചുവിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ജിയൂൺ പിണങ്ങിപ്പോയതുകൊണ്ട് തന്നെ അവൾക്കായി ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കി വന്നിരിക്കുകയാണ് അമ്മയും അച്ഛനും. ഇനി നിന്നിൽ നിന്നും ഒന്നും മറച്ചു വെക്കുന്നില്ല എന്നും എന്ത് സംശയം വേണമെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ പറയാമെന്നും അമ്മ പറയുന്നുണ്ട്. അവൻ ഞാൻ ആലോചിച്ച് പിന്നീട് ചോദിക്കാം എന്ന് പറയുകയാണ്. ഈ നേരം യുൻചെയെയും മിഞ്ചുവിനെയും കോളേജ് ഓഫീസിലേക്ക് വിളിക്കുകയാണ്. കാരണം അവർക്ക് രണ്ടുപേർക്കും US യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പ് ലഭിച്ചിരിക്കുകയാണ്. പുറത്തേക്ക് വരുന്നതും വേറെ ആർക്കും ലഭിക്കാത്ത ഭാഗ്യം അങ്ങനെ നമുക്ക് രണ്ടുപേർക്ക് മാത്രം ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് ഒന്നിച്ച് US പോയി പഠിക്കാമെന്ന് മിഞ്ചു വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യുൻചെ ഞാൻ ആലോചിച്ചു പറയാം എന്ന് മാത്രമാണ് പറയുന്നത്. അവൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ US കോളേജിനെ കുറിച്ചെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ജിയുൻ അങ്ങോട്ട് വരുന്നുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു. അവന് ഇനിയൊരു സ്ത്രീയിലേക്കൊരു മാറ്റം ചിലപ്പോൾ ഉണ്ടാകില്ല എന്ന് പറയാൻ വരുമ്പോഴേക്കും അത് പറയാൻ സമ്മതിക്കാതെ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാക്കുകയാണ്. ജിയുൻ കോൾ കട്ടാക്കുന്നത് കൊണ്ട് തന്നെ യൂറി യുൻചെയെ വിളിച്ചു വീട്ടിലുണ്ടെന്ന് പറയുമ്പോഴേക്കും അവർ ജിയൂണിന്റെ വീട്ടിലേക്ക് വരികയാണ്. അവിടെ യൂറിയും മിന്നും ഉണ്ടായിരുന്നു. ഗ്രാൻഡ്പാ നിനക്കായി ഫുഡ് കൊടുത്തു വിട്ടിട്ടുണ്ടെന്നും അത് നിനക്കായി തരാനായി വന്നതാണെന്നും യൂറി പറഞ്ഞു. അവർ അത് കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ട് മിഞ്ചുവും വരികയാണ്. ഇതേ സമയം തന്നെ ജിയൂണിനെ ഗ്രാൻഡ്പാ വിളിക്കുകയും എല്ലാവരെയും ജിയൂണിന്റെ കൂടെ ഗ്രാൻഡ്പായുടെ നാട്ടിലേക്ക് ക്ഷണിക്കുകയുമാണ്. എന്തായാലും ജിയൂൺ പറയാൻ വന്ന കാര്യം ഇത്ര നേരമായിട്ടും അവന് പറയാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ അടുത്ത ദിവസം എല്ലാവരും കൂടി ഗ്രാൻഡ്പായുടെ അവിടേക്ക് പോകുകയാണ്. എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു ഗ്രാൻഡ്പായുടെ വീട്ടിലെത്തുകയാണ്. എല്ലാവരും അവരവരുടെ റൂമുകളിലേക്ക് പോകുമ്പോൾ ജിയൂൺ ഗ്രാൻഡ്പായുടെ ഒപ്പമാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം അമ്മയെ കാണാൻ വന്നപ്പോൾ ഉണ്ടായ സംഭവത്തിന് അവർ പരസ്പരം ക്ഷമ ചോദിക്കുന്നുമുണ്ട്. അടുത്ത ദിവസം അവർ എല്ലാവരും കൂടി ഗ്രാൻഡ്പായെ സഹായിക്കുന്നത് കാണാം. യുൻചെ ജിയൂണിനെ സഹായിക്കുന്നതും മിഞ്ചുവിനെ മൈൻഡ് ചെയ്യാത്തതും അവൾക്ക് പരാതിയുണ്ട്. ഇതിനിടയിൽ ഗ്രാൻഡ്പായും ജിയൂണും ഒന്നിച്ച് സംസാരിക്കുമ്പോൾ ജിയൂൺ യുൻചെയെ അങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരികയാണ്. അന്ന് പറഞ്ഞു പൂർത്തിയാക്കാൻ പറ്റാത്ത കാര്യം തുറന്നു പറയുകയാണ്. ഇത് സത്യത്തിൽ എന്റെ ഗ്രാൻഡ്പാ അല്ലെന്നും ഇത് എന്റെ ഗ്രാൻഡ്മ ആണെന്നും എന്നെ പോലെ പുരുഷനായി മാറിയതിനു ശേഷം പിന്നീട് ഒരു തിരിച്ചുപോക്ക് ഉണ്ടായിട്ടില്ല എന്നും പറയുകയാണ് ജിയൂൺ. അവർ തമ്മിൽ ഇഷ്ടമാണെന്നും ഞാൻ ജിയൂണിന്റെ ബോയ് ഫ്രണ്ട് ആണെന്നും യുൻചെ വന്നപ്പോൾ തന്നെ ഗ്രാൻഡ്പായോട് പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ എന്ത് പ്രശ്നം തന്നെ നടന്നാലും ഞാൻ ഒരിക്കലും നിന്നെ പിരിഞ്ഞു പോകില്ല എന്ന് ജിയൂണിനോട് പറയുകയാണ് യുൻചെ. തിരിച്ചു വരുന്ന അവർ കാണുന്നത് ഫിഷ് മാറ്റി വെക്കുന്നതിന്റെ ഇടയിൽ മിഞ്ചയുടെ കൈക്ക് മുറിവ് സംഭവിച്ചതാണ്. യുൻചെയാണ് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. ഡോക്ടറെ കണ്ട് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം അവർ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നത് കാണാം. ഞാൻ നിന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ സ്നേഹിച്ചിരുന്നെന്നും ഞാൻ ട്രെയിനിങ്ങിന് പോയി വന്നതിന് ശേഷം നിന്നോട് പറയാമെന്ന് കരുതിയെങ്കിലും അതിനു മുന്നേ നീ മറ്റൊരാളുമായി പ്രണയത്തിലായെന്നും ഞാൻ ഒട്ടും അത് പ്രതീക്ഷിച്ചില്ല എന്നും മിഞ്ചു പറയുകയാണ്. നീ എന്റെ നല്ല സുഹൃത്ത് മാത്രമാണെന്ന് യുൻചെ പറയുന്നുണ്ടെങ്കിലും എന്നിട്ട് നിന്റെ ഗേൾഫ്രണ്ട് എവിടെ? കുറെ നാളായല്ലോ അവളെ കണ്ടിട്ട്. നിങ്ങൾ ബ്രേക്കപ്പ് ആയില്ലേ? അതുകൊണ്ടല്ലേ അവൾ ഇപ്പോൾ നിന്നെ കാണാൻ വരാത്തതെന്നെല്ലാം പറഞ്ഞ് മിഞ്ചു യുൻചെയെ കിസ് ചെയ്യുന്നു. ഇത് അവരെ പിക്ക് ചെയ്യാമെന്ന ഗ്രാൻഡ്പായുടെ സുഹൃത്ത് കാണുന്നു. തിരിച്ചു വീട്ടിൽ കൊണ്ടുവിടുന്ന നേരം നിങ്ങൾ കിസ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഞാൻ അറിയാതെ വന്നതാണെന്നും സോറിയും പറഞ്ഞ് ഡ്രൈവർ അവിടെ നിന്ന് പോകുമ്പോൾ അത് കേട്ട് എല്ലാവരും ഷോക്കാകുന്നു. ജിയൂണിന് സങ്കടം വന്നു. അവൻ അവിടെ നിന്നും ഒഴിഞ്ഞു പോകുമ്പോൾ അവനെ സമാധാനിപ്പിക്കാനായി യുൻചെ പിന്നാലെ പോകുന്നുണ്ട്. എന്നാൽ ജിയൂൺ അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് പോകുകയാണ്. എല്ലാവരും എൻജോയ് ചെയ്യാൻ വന്നതാണെങ്കിലും ആരും പരസ്പരം മിണ്ടാതെ മുഖം വീർപ്പിച്ചിരിക്കുന്നത് കാണാം. ഇതിനിടയിൽ മിഞ്ചു നീ എൻ്റെ കൂടെ US വരുന്നില്ലേ എന്ന് യുൻചെയോട് ചോദിക്കുന്നുണ്ട്. അവന് US യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ അവസരം ലഭിച്ചെന്നുള്ള കാര്യം ജിയൂൺ അപ്പോൾ മാത്രമാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്നും എണീറ്റ് പോകുകയാണ്. അങ്ങനെ അവസാനം മിഞ്ചുവും യുൻചെയും തനിച്ചാകുകയാണ്. നിന്റെ ഗേൾഫ്രണ്ടിനെ ആലോചിച്ചാണോ നീ US വരാത്തത്? നല്ല പാർട്ട്ണർ ആയിരുന്നെങ്കിൽ അവൾ എന്തായാലും നിന്നെ സപ്പോർട്ട് ചെയ്തേനെ. ഇപ്പോൾ കണ്ടില്ലേ അവൾ നിന്നെ ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നെല്ലാം പറഞ്ഞ മിഞ്ചു യുൻചെയുടെ കൈ പിടിച്ചു നിൽക്കുന്ന നേരത്ത് ജിയൂൺ പുരുഷവേഷത്തിൽ നിന്നും സ്ത്രീയായി മാറി അവർക്ക് മുന്നിൽ വന്നു നിൽക്കുന്നതോടെ 9ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണുന്നതിനായി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്.